ഒരു കഥ சொல்லிட்டா സാർ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടാ. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. ഉമ്മ പോയിട്ടൊക്കെ വരാം കേട്ടാ ഗൈസ്. അപ്പൊ നമുക്ക് ഇനി താഴെ എത്തിയിട്ട് കാണാം. മരണം ഒன்று ഉയിരെ കൊണ്ട് പോണതേ, ഉയരமான കനവ് ഇன்று തറയിൽ വീഴ്ந்து പോണതേ, திசையும் போனது திமிரும் போனது தனிமை தீள வாடினேன், நிழலும் போனது நிஜமும் போனது எனக்குள் ஏனே தேடினேன். நான் வீழ்வேன் என்று நினைத்தாயோ? അപ്പൊ ഇനി വണ്ടി കുറച്ചാണ് നമ്മളെ കൈ കാണത്തില്ല, ഇവിടെ ആയിരിക്കും. ഇറക്കുമ്പോൾ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ഇറക്കാനുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. അടിക്കാൻ പോവുകയാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ കുറേ നാളത്തെ കാത്തിരിപ്പ്, ഏകദേശം 4 മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മിസ്റ്റർ ഗുബോളിലാണ്. കഴിഞ്ഞ തവണ നമ്മളിവിടെ നിന്നിട്ട് ഒരു വീഡിയോയും ഫോട്ടോയും റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടി ഇവിടെ കയറ്റിയതായിട്ട്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ വണ്ടി ഇറക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, ഇന്ന് ഭയങ്കര ഒരു വല്ലാത്തൊരു നിമിഷത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വണ്ടി എടുത്ത സമയത്ത് പോലും ഞാനല്ല വണ്ടി എടുത്തുകൊണ്ട് വന്നത്, എൻ്റെ വാപ്പയാണ് വണ്ടി എടുത്തുകൊണ്ട് വന്നത്. വണ്ടി എടുത്ത് 3-ൻ്റെ അന്നാണ് ഞാൻ എൻ്റെ വണ്ടി കാണുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഇതുപോലെ ഇറക്കാനായിട്ടൊരു അവസരം കിട്ടിയിരുന്നില്ല. ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയെങ്കിലും ഇന്ന് നമുക്ക് വണ്ടി അങ്ങനെ ഇറക്കാനായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി വണ്ടി കാണാനായിട്ട് പോവുകയാണ്. ഇതുവരെ ആരും വണ്ടി ഫുള്ളായിട്ട് കണ്ടില്ല, ജസ്റ്റ് ചെറുതായിട്ട് സൈഡൊക്കെ മാത്രമേ കണ്ടുള്ളൂ അല്ലേ? കണ്ടെടുത്തോളം എങ്ങനെയുണ്ട്? അലോയും കുറച്ച് കളർ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഉള്ളിലോട്ട് പോവാം. ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിന്ന് വീഡിയോ എടുക്കുവാണ്. ഇന്ന് ഞാനിപ്പോൾ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഉമ്മായും ഉണ്ട്. ഗേസ്, നാളെ നമ്മുടെ വണ്ടി ഇറങ്ങും. ഗേസ്, വണ്ടി ഇറങ്ങും. ഞാനിപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം പെട്ടെന്ന് വണ്ടി കുറേ നാളായി വണ്ടി കയ്യിൽ കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് ഈ 4 മാസമായി വണ്ടി കയറ്റിയിട്ട്, അപ്പം ചില സമയത്ത് എനിക്ക് വണ്ടിയുള്ള കാര്യം പോലും ഞാൻ മറന്നുപോകും. ഞാൻ കാർ എടുത്തുന്ന പോലും എനിക്ക് ഓർമ്മയില്ല ചില സമയത്ത്. പക്ഷേ ഇപ്പോൾ എല്ലാം തിരിച്ചു വന്ന് വണ്ടിയുടെ വീഡിയോസൊക്കെ പഴയത് എഡിറ്റ് ചെയ്യാൻ നേരത്താണെങ്കിലും കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിൽ എനിക്ക് താടിയും ഇതൊന്നുമില്ല, ഞാൻ അതിൻ്റെ ഡിപ്രഷനിൽ താടിയൊക്കെ വളർത്തിയതാണ്. യെസ്, അപ്പോൾ എന്തായാലും താടിയും മുടിയൊക്കെ ഒന്ന് പോയി വെട്ടി റെഡി ആവണം. ഞാൻ തക്കുടുവിനെ വിളിച്ചിട്ടുണ്ട്, തക്കുടുതോ വണ്ടിയിൽ വരുന്നുണ്ട്. ഏതാ യെസ്, അപ്പോൾ ഞാൻ പോയി താടിയൊക്കെ വെട്ടി പോയിട്ട് വരാം. ഈ വേട്ടാവളിയുടെ കാര്യം കട തുറന്നില്ല. കട തുറന്ന മാത്രമല്ല, ഇവൻ്റെ അടുത്ത് ഞാൻ വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ എണ്ണയില്ലാത്തൊരു വണ്ടി എടുത്തോണ്ട് വന്നേക്കുന്നു. തള്ളിയിട്ട് എവിടെയെങ്കിലൊക്കെ വണ്ടി ഒതുക്കി വെച്ചിട്ട് പോവാം. എൻ്റെ വണ്ടിയിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ അടുത്ത് വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞത്. അവൻ്റെ വണ്ടിയിൽ എണ്ണയില്ല. ഇങ്ങനെയുള്ളവന്മാരാണ് നമ്മുടെ ഇവിടെ. എല്ലാണോ ഹാപ്പിനെസ് തേങ്ങ കൊള്ളല്ലടാ മുടി. ഇങ്ങനെ തള്ളി 2 കിലോമീറ്റർ തള്ളി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. തളന്ന് എണ്ണയില്ലാത്ത വണ്ടിയും കൊണ്ട് വന്നത്. ഇനി ഞാൻ തന്നെ സ്വന്തമായിട്ട് താടിയിൽ പണിയാം. നാളെ രാവിലെ പോകണം. അപ്പോൾ ഏതായാലും അയ്യ തളന്ന് ഇതൊക്കെ റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഉമ്മ എണ്ണയൊക്കെ തേച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ താടിയുടെ കോലം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി കുറച്ചൊന്ന് പ്രായം കുറയ്ക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താടി വളർത്തും, താടി വെട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് വെട്ടിക്കളയാം. കാര്യം വണ്ടി കൊടുക്കാൻ പോയ സമയത്ത് എനിക്ക് താടിയൊന്നുമില്ല. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി അതുപോലെ ആവാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വെട്ടിക്കളയാൻ പോവാണ്. കട ഉറക്കാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാം. എല്ലാ തവണത്തെയും പോലെ ഇതുവരെ ആയപ്പോൾ ചാർജ് തീർന്നു. ഇനി ചാർജ് ചെയ്തിട്ട് വരാം. കേസ് അങ്ങനെ ഫൈനലി പഴയ ലുക്കിലോട്ട്
ഇപ്പൊ കൊള്ളാല്ലേ? നേരത്തെ ഷാറൂഖ് ഖാനെ. വീണ്ടും ചെറുപ്പത്തിലേക്ക്. അതെ അതെ, വീണ്ടും ചെറുപ്പത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ എത്ര വയസ്സ് തോന്നുന്നു? 26. ഇതറാ എവിടേക്ക് ഇരിക്കുന്നു? ഇവിടെ വിഷയം തന്നെ കേട്ടോ. കേസ് അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കല്ലറോട്ടൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ. ഇത് കല്ലറല്ല, ഇത് ശരവണ ജംഗ്ഷൻ. ഓ എന്തൊരു ചിരി വരെ, എന്തൊരു ചിരി വരെ. നേരത്തെ തന്നെ എല്ലാരും കളിയാക്കി. യാസിന്റെ അടുത്ത് നിന്ന് കയറി കൊടുത്തു. യാസി എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോയി. ആസിഫലിയായില്ലേ ഗേസ്? അപ്പൊ നമുക്ക് ഇനി കല്ലറോട്ട് പോവാം. ഗേസ് അങ്ങനെ പോവാനായിട്ടൊക്കെ എല്ലാം റെഡി ആയിട്ട് നിൽക്കുവാണ്. അതാ ഉമ്മ അനിയന്റെ ഉടുപ്പും കാര്യങ്ങളൊക്കെ തേക്കുന്നുണ്ട്. അനിയൻ ഇന്നൊരു ദിവസത്തേക്ക് അവൻ ലീവ് എടുത്തിട്ടുണ്ട്. പയ്യന്മാരെല്ലാരും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വണ്ടി എടുക്കാനായിട്ട് പോവാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് വണ്ടി എടുക്കാൻ പോവാം. ഗേസ് അപ്പൊ നമ്മളെല്ലാവരും ഇതാ ഇവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട് അല്ലേ ഗേസ്? ഉമ്മ പോട്ടാ, പോട്ട് വരാം, ടാറ്റ, വലൈക്കും അസ്സലാം. ഗേസ് നമ്മുടെ പാച്ചിന്റെ വണ്ടി എടുത്തിട്ടുണ്ട്. പാച്ചിന്റെ വണ്ടി നമ്മുടെ അപ്പൂസ് അവന്റെ വണ്ടി എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം കൂടെ പോവാം. കേറാ. നമ്മുടെ കൂടെ നമ്മുടെ വീടിന്റെ വീഡിയോ എടുത്തൊരു പയ്യ ഉണ്ടായിരുന്നു, അവനും കൂടെ വരുന്നുണ്ട്. അപ്പൊ അവൻ ഇപ്പൊ വീടെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇവിടെ ഇറങ്ങാലോ തക്കടോ ഗേസ്? അപ്പൊ നമുക്ക് ഇനി എന്തായാലും പോവാം. എന്റെ ഒരു 4 മാസത്തെ കാത്തിരിപ്പാണ് ഗേസ് ഇന്ന് സഫലമാകാനായിട്ട് പോകുന്നത്. അതെ, 4 മാസത്തെ കാത്തിരിപ്പ ഗേസ്. അപ്പൊ ഇന്ന് 4 മണിയൊക്കെ ആകുമ്പോഴാണ് വണ്ടി കിട്ടുന്നത്. സമയം ഇപ്പൊ എത്ര രൂപയുടെ? 1:30 ആയില്ലേ? 1:30 ആയി. അപ്പൊ നമ്മളവിടെ എത്തുമ്പോ ഇങ്ങനെ പോയാലും 3 മണി കഴിയും. 4 മണിയൊക്കെ ആകുമ്പോൾ വണ്ടി കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഗേസ് അങ്ങനെ നമ്മൾ ഗുബോട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വണ്ടി ഇതുവരെ ഇറങ്ങാനുള്ള സമയമായില്ല. അപ്പൊ നമുക്ക് എന്തായാലും പോയി ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം. ഗേസ് അങ്ങനെ എല്ലാരും ഓരോ ബർഗറൊക്കെ കഴിച്ചിട്ട് നിൽക്കാന്ന്. ഒന്ന് മതിയാ? നിന്റെ നോട്ടം എങ്ങോട്ടാ പോണല്ലേ? കിട്ടിയ ഗേസ് എന്തായാലും അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നേരെ ഇനി അങ്ങോട്ട് പോവാം. ഗേസ് അങ്ങനെ നമ്മളിതാ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ എത്ര കിലോമീറ്റർ? 1 കിലോമീറ്റർ, 800 മീറ്ററും കൂടെ. അവിടെയാണ് വണ്ടി, നമ്മൾ ഇവിടെയാണ് വണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. ഗേസ് അങ്ങനെ ഇത് എത്തിയിട്ടുണ്ട്. മിസ്റ്റർ ഗോ 2 ഹോൺ അവിടെ നീട്ടി അടികളിയാ. കേറ് കേറ് കേറ്. ഒന്ന്, 2. കേസ് അങ്ങനെ നമ്മുടെ ബോട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും നമ്മുടെ വണ്ടി കാണാം. വണ്ടി എവിടെയൊന്നും കാണാനില്ല കേട്ടാ, വെളിയിലൊന്നും ഇട്ടിട്ടില്ല. അകത്തെവിടെയാണെന്ന് നോക്കാം. ഓഹോ, ഡോർ തുറന്നു. അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയ അമ്മു അല്ലേ? അമ്മുവിനെ കുറിച്ച് കുറേ പറയാനുണ്ട് കേസ്. എന്തായാലും ഞാൻ പറയാം കേസ്. അപ്പോൾ എന്തായാലും വണ്ടി എന്തായി? വണ്ടി അടിപൊളി ആയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് നിപ്പ് ഉറക്കണില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം എന്തായാലും ടെൻഷൻ കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അകത്തോട്ട് കയറാം. വണ്ടി നമ്മളിപ്പോൾ ചെറുതായിട്ട് കുറച്ച് സ്റ്റാന് കുറച്ച് കണ്ട്. സാധനം കൊള്ളാം, കുഴപ്പമില്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല. അതിനുണ്ട് നീ കുറച്ച് കണ്ടില്ലേ? ഓ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഉള്ളിലോട്ട് പോവാം. വാ, കമോൺ. ഗേസ് നമ്മുടെ വണ്ടി ഇതോ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും വണ്ടി നമുക്കൊന്ന് റിവീൽ ചെയ്യാം. ഇങ്ങനെ എത്ര ഭാഗം കണ്ടപ്പോൾ തന്നെ ഇത്രയും ഞാനും കണ്ടിട്ടുള്ളൂ, ഇതിന് ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കിനി എന്തായാലും ഇത് റിവീൽ ചെയ്യാം. അടിക്കാൻ പോവുകയാണ്. നമ്മുടെ വണ്ടിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. നീ കൂടെ കയറിയോ? കേസ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ കുറച്ച് വെട്ടം കുറവാകൊണ്ട് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റത്തില്ല. എന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പോവാണ്.
ബോയ്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ വീഡിയോസ് ഇപ്പോഴും ഇപ്പം മരിച്ചു കിടന്നെടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ട റീലിൽ ഇവൻ്റെ കഷ്ടപ്പാടാണ്. നമ്മുടെ സാധനങ്ങളെല്ലാം പറക്കി കയറ്റുവാണ്, നമ്മുടെ ടയറും കാര്യങ്ങളെല്ലാം പറക്കി കയറ്റുവാണ്. ഇത് നമ്മുടെ മാറി ഹെഡ് ലാമ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തില്ല, കളർ ചേഞ്ച് ചെയ്ത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ നമ്മൾ സീറ്റ് കവർ അടിക്കാനുണ്ടായിരുന്നു, സീറ്റ് കവറും അടിച്ച്. വേറെ പ്രത്യേകിച്ചൊന്നും അകത്ത് ചെയ്തിട്ടില്ല. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന കളറല്ല കേട്ടോ, ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല, നേരിട്ട് ഈ ഒരു ബ്ലൂ അല്ല, ഇത് ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്നൊരു കളറാണ്. എത്ര ശ്രമിച്ചിട്ടും ക്യാമറയിൽ ആ ഒരു കളർ കിട്ടുന്നില്ല. ഇത് നമ്മൾ അലോയ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിസ്റ്റർ ഗുബോട്ടിൻ്റെ വക എല്ലാവർക്കും ഒരു മധുരമുണ്ട്. എന്നാ ചേട്ടാ എടുത്തോ, എന്നാടാ ലഡു എടുത്തോടാ. ലഡു 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 കിട്ടിയാ എടാ അപ്പൂസേ. ഓക്കെ, ബ്രോ കിട്ടിയായിരുന്നല്ലേ? ആ ലങ്ങി കൊള്ളാം. അജിത് ബ്രോ ഓക്കെ പറഞ്ഞടി. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങുവാണ്. പോട്ടെ ചേട്ടാ. ഓക്കെ, അങ്ങനെ കുറേ നാൾക്ക് ശേഷം, ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷം സ്റ്റിയറിംഗ് കയറി ഇരിക്കുകയാണ്. പോവാം ഗേസ്. അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. ഗേസ് അങ്ങനെ വണ്ടിയും കൊണ്ട് നമ്മൾ വീടെത്തിയിട്ടുണ്ട്. കാറ് കണ്ട അങ്ങോട്ട് പോയി നോക്ക്. കൊള്ളോ? ഈ കളറാണോ മറ്റേ കളറാണോ നല്ലത്? എല്ലാ കളറും കൊള്ളാം ഗേസ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ പിറകിൽ നിന്ന് കഷ്ടപ്പെട്ട ആവിയത്ത് പോവാണ്. ഓക്കെ അല്ലേ? ഓക്കെ ഗേസ്, അങ്ങനെ നമ്മുടെ വണ്ടി വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട്. ഉമ്മ ഇങ്ങനെയുണ്ട്, വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ ഗേസ്? വാപ്പായും കണ്ട് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. വാപ്പ പിന്നെ രാത്രിയാണ് വന്നത്. പിന്നെ രാവിലെ ഞാൻ ഉറക്കം എണീക്കുന്ന മുമ്പ് പോയി. വാപ്പ അങ്ങനെ വണ്ടിയുടെ വെള്ളമൊക്കെ ഉണ്ടാന്നൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് പോയത്. എല്ലാം ഓക്കെ ആണ്. അപ്പോൾ വാ വണ്ടി അങ്ങോട്ട് പോകും ഗേസ്. അങ്ങനെ എൻ്റെ വണ്ടി ഇതാ നമ്മുടെ കാർ ഷെഡിൽ ഇതാ കയറി കിടപ്പുണ്ട്. പക്ഷെ വണ്ടി നിങ്ങൾ ഈ കാണുന്ന കളറല്ല കേട്ടോ. എനിക്ക് വീഡിയോയിലും നേരിട്ടും കാണുമ്പോൾ നല്ല കളർ വ്യത്യാസമുണ്ട് അല്ലേ അമ്മ? ഈ വീഡിയോയിൽ കാണുന്ന കളറും അതും വേറെ. ഈ നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഗുമ്മുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പറയണല്ല, കുറച്ചും കൂടെ അടിപൊളിയാണ്. പിന്നെ ഇന്റീരിയർ കാണിച്ചു തരാം. മറ്റേ വണ്ടിയുടെ താക്കോൽ എടുത്തോണ്ട് തരും. ഇന്റീരിയറും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്റീരിയറിൽ സീറ്റ് 4 സീറ്റും ചെറുതായിട്ട് കവർ അടിച്ച് അതൊക്കെ അത്രയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ടയറും മാറിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഈ ഒരു അലോയും മാറിയിട്ടുണ്ടായിരുന്നു. അലോയ് നമ്മുടെ പുതിയ അലോയ്, നിയോയുടെ അലോയ് ആണ്. ഇനി ഇത് കൊണ്ടുപോയി എനിക്ക് അച്ചോടന്റെ കടയിൽ നിന്നാണ് ഞാൻ ടയർ എടുത്തത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അലോയ്മെന്റ് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇതിന്റെ സെന്റർ ലോക്കൊക്കെ പോയി കേട്ടോ. സെന്റർ ലോക്ക് ഒന്നുകൂടെ ഇനി ഒന്ന് കടയിൽ കൊണ്ടുപോകണം. കേസ് ഇതാണ് സീറ്റ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള 4 സീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സമയമുണ്ടല്ലോ, വണ്ടി പതിയെ ഓരോന്ന് ചെയ്യാൻ. എന്തായാലും ഇപ്പൊ എല്ലാം കൂടെ ചെയ്യാനുള്ള ഒരു ക്യാപിറ്റൽ ഇല്ല ഗേസ്. അപ്പോൾ എന്തായാലും ഇനി വണ്ടി RTOയിൽ കൊണ്ടുപോയി കളർ ചേഞ്ച് ചെയ്യാനൊക്കെ കൊടുക്കണം. അപ്പോൾ ഇനി അതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും വണ്ടി ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ, എന്തായാലും കേസ് ഞാൻ പ്രതീക്ഷിച്ച കളർ തന്നെ കിട്ടി. കുറച്ച് ലാഗായി. കാര്യം എനിക്ക് ആദ്യം 20 ദിവസം എന്നാണ് പറഞ്ഞ കയറ്റിയ സമയത്ത്. പിന്നെ അത് 1 മാസമായി, പിന്നെ 2 മാസമായി, 3 മാസമായി. അവസാനം ഞാൻ ഓണത്തിന് മുമ്പ് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് മുമ്പ് ഇറക്കി തരാമെന്ന്. പക്ഷേ അത് നടന്നില്ല. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ്. പക്ഷേ എനിക്കത് മനസ്സിലായി. പക്ഷേ അതവർ പ്രോപ്പറായിട്ട് ആദ്യമൊന്നും പറഞ്ഞില്ല. അവസാനം ഞാൻ ഇപ്പോൾ വണ്ടി ഇറക്കാൻ പോയ സമയത്താണ് എൻ്റെ അടുത്ത് കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. എന്തായാലും കേസ് ഞാൻ പ്രതീക്ഷ പോലെ തന്നെ വണ്ടി കിട്ടി. അതുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇനി പറയുന്നില്ല. കേസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരു അപ്ഡേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും കേസ് ഇതൊരു പുതിയ തുടക്കമായിട്ട് എന്നെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇത്രയുള്ള. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച് വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗീസ് ലവ് യു.